സ്ക്വയർ അക്കാഡമി ഇന്നത്തെ വീഡിയോയിൽ റീകോമിനൻ്റ് DNA ടെക്നോളജിക്ക് ഉപയോഗിക്കുന്ന കീ ടൂൾസുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം എന്താണ് റീകോമിനൻ്റ് DNA ടെക്നോളജി എന്താണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് ഒരു റീകോമിനൻ്റ് DNA കൺസ്ട്രക്റ്റ് ചെയ്യുന്നതെന്നറിയാം. ഓക്കെ, ഇതിൻ്റെയൊക്കെ വീഡിയോ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം റീകോമ്പിനൻ്റ് DNA ടെക്നോളജി എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിനെ കോഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോഡക്റ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അതിന് ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയായിരിക്കും റീകോമ്പിനൻ്റ് DNA ടെക്നോളജി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻസുലിൻ എന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻസുലിനെ കോഡ് ചെയ്യുന്ന ജീൻ എടുക്കുന്നു. ആ ജീനിൻ്റെ ആ പ്രത്യേക ഭാഗം, ഇൻസുലിനെ കോഡ് ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്യുന്നു. അതൊരു വെക്റ്ററുമായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതൊരു റീകോമിനൻ്റ് DNA ആക്കുന്നു. അതിനുശേഷം അതൊരു ബാക്ടീരിയൽ സെല്ലിലേക്ക് അല്ലെങ്കിൽ ഈക്കോളയുടെ ബോഡിക്കുള്ളിലേക്ക്, സെല്ലിനുള്ളിലേക്ക് കൊടുക്കുന്നു. ഈക്കോളയുടെ ബോഡിക്കുള്ളിൽ അല്ലെങ്കിൽ സെല്ലിനുള്ളിലിരുന്ന് ഈ DNA എക്സ്പ്രസ് ചെയ്യുകയും അതിൻ്റെ സ്പെസിഫിക് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. ആ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സിമ്പിളായിട്ട് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ നടക്കുന്നത്. അപ്പോൾ നോക്കാം അതിൽ ഉപയോഗിക്കുന്ന കീ ടൂൾസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ജീൻ ഇരിക്കുന്ന DNA-യിൽ നിന്നും ആ പ്രത്യേക പോയിൻ്റ്, ആ പ്രത്യേക സീക്വൻസിനെ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്ന റെസ്ട്രിക്ഷൻ എൻസൈമുകളെയാണ്. ഓക്കെ, അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ആവശ്യമുണ്ട്. DNA അതിൻ്റെ പ്രത്യേക ഭാഗത്ത് നിന്ന് നമ്മൾ പ്രത്യേക സീക്വൻസിനെ കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി റെസ്ട്രിക്ഷൻ എൻസൈമിനെ ഉപയോഗിക്കണം അല്ലേ. ഇനി കട്ട് ചെയ്ത ആ DNA ഇപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യും. അതിനുശേഷം ആ കട്ട് ചെയ്ത DNA കൂട്ടി യോജിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റ് ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇടയിൽ ഒരു വെക്റ്റർ ആവശ്യമുണ്ട്. നെക്സ്റ്റ് ടു, ഇനി ഈ വെക്റ്ററുമായിട്ട് DNA കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ തമ്മിൽ ഒട്ടിക്കുന്നതിന് വേണ്ടി ലിഗേസസ് എന്ന എൻസൈമിനെ ആവശ്യമുണ്ട്. അങ്ങനെ വെക്റ്ററുമായിട്ട് DNA കൂട്ടി യോജിപ്പിച്ച് റീകോമിനൻ്റ് DNA ആക്കി കഴിഞ്ഞാൽ ആ റീകോമിനൻ്റ് DNA കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിനെ ആവശ്യമുണ്ട്. ഓക്കെ, പിന്നീട് നമുക്കറിയാം നമ്മൾ ഉദ്ദേശിക്കുന്ന ജീനിൻ്റെ ആംപ്ലിഫിക്കേഷന് സഹായിക്കുന്ന DNA പോളിമറൈസ് എന്ന എൻസൈമും ആവശ്യമുണ്ട്. ഓക്കെ, ഇത്രയുമാണ് റീകോമിനൻ്റ് DNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന കീ ടൂൾസുകൾ. ഇതാണ്: ഒന്ന്, റെസ്ട്രിക്ഷൻ എൻസൈം; രണ്ട്, പോളിമറൈസ് എൻസൈം; മൂന്ന്, ലിഗേസസ്, വെക്റ്റേഴ്സ് ആൻഡ് ഹോസ്റ്റ് ഓർഗാനിസം. എക്സാമിന് 2 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്, വാട്ട് ആർ ദ കീ ടൂൾസ് യൂസ്ഡ് ഇൻ റീകോമിനൻ്റ് DNA ടെക്നോളജി. ഈ 5 ടൂൾസ് വെറുതെ എഴുതി വെച്ചാൽ മതി. റെസ്ട്രിക്ഷൻ എൻസൈം, പോളിമറൈസ് എൻസൈം, ലിഗേസസ് എൻസൈം, വെക്റ്റർ, ദെൻ ഹോസ്റ്റ് ഓർഗാനിസം. അതിൽ ആദ്യത്തെ ടൂൾസ് എടുക്കാം, റെസ്ട്രിക്ഷൻ എൻസൈം. ഓക്കെ, അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈമിനെയാണ് നമ്മൾ മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമിന് ചോദിക്കുന്നു, മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? റെസ്ട്രിക്ഷൻ എൻസൈമിനെ. ഓക്കെ, അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ ഓൾസോ കാൾഡ് മോളിക്കുലാർ സിസേഴ്സ്. ഇപ്പോൾ DNA കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മോളിക്കുലാർ സിസേഴ്സ് ആണ് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം. ഓക്കെ, അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് belong to a larger class of enzyme called nucleases. ന്യൂക്ലിയേസസ് എന്ന് വിളിക്കുന്ന ഒരു വലിയ എൻസൈം വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളാണ് റെസ്ട്രിക്ഷൻ എൻസൈം. ഈ റെസ്ട്രിക്ഷൻ എൻസൈമിനെ നമുക്ക് രണ്ട് ടൈപ്പാണ് റെസ്ട്രിക്ഷൻ എൻസൈം ഉള്ളത്. ഒന്ന് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസും അടുത്തത് റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയേസസും. റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അത് DNA-യുടെ എൻഡിൽ നിന്നും ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് എക്സോന്യൂക്ലിയസസ്. ഇപ്പോൾ ഒരു DNA ആണെങ്കിൽ, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണെങ്കിൽ, ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യുടെ എൻഡിൽ നിന്നും, ഇപ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്, ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യുടെ എൻഡിൽ നിന്നും ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യുന്നതിന്, എൻഡുകളിൽ നിന്ന് ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമാണ് എക്സോന്യൂക്ലിയേസസ്.
ഇപ്പം നോക്കാം, രണ്ട് ടൈപ്പ് റെസ്ട്രിക്ഷൻ എൻസൈമാണ്. ഫസ്റ്റ് എക്സോന്യൂക്ലിയസസ് ഇറ്റ് റിമൂവ് ന്യൂക്ലിയോടൈഡ് ഫ്രം ദ എൻഡ് ഓഫ് DNA. ഇനി എൻഡോന്യൂക്ലിയസസ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. എൻഡോന്യൂക്ലിയസിൻ്റെ ജോലി ഇതാണ്, DNA പ്രത്യേക ഭാഗങ്ങളിൽ കട്ടിങ്സ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. അപ്പോൾ ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിനെ കോഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം ഇത്രയുമാണെങ്കിൽ, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഭാഗമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിനെ കോഡ് ചെയ്യുന്ന ജീനിരിക്കുന്ന ഭാഗമെങ്കിൽ നമ്മൾ അത്രയും ഭാഗം കട്ട് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ആ പ്രത്യേക ഭാഗം മാത്രം കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമാണ് എൻഡോന്യൂക്ലിയസസ്. ഓക്കെ, അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈമിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മോളിക്കുലാർ സിസേഴ്സ്. റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്ന ന്യൂക്ലിയസസ് എന്ന വിഭാഗത്തിൽ വരുന്ന എൻസൈമാണ്. ഇത് രണ്ട് തരത്തിലുള്ള റെസ്ട്രിക്ഷൻ എൻസൈം ഉണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്, റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസസ് ആൻഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. എക്സോന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ റിമൂവ് ന്യൂക്ലിയോടൈഡ് ഫ്രം ദ എൻഡ് ഓഫ് DNA. എൻഡോന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ മേക്സ് കട്ട് അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ വിതിൻ DNA. DNAയുടെ പ്രത്യേക ലൊക്കേഷനിൽ കട്ടിങ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആളാണ് എൻഡോന്യൂക്ലിയസസ്. ഓക്കെ, ഇനി പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്താണെന്ന് നോക്കാം. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രണ്ട് രീതിയിലും, അതായത് രണ്ട് വശത്തു നിന്നും വായിക്കുമ്പോൾ ഒരുപോലെ വായിക്കാൻ പറ്റുന്നുവെങ്കിൽ അതിനെ നമ്മൾ പാലിൻഡ്രോം എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, മലയാളം എന്ന വാക്ക്, മലയാളം, ഇതൊരു പാലിൻഡ്രോമാണ്. ഇവിടെ നിന്ന് വായിച്ചാലും ഈ സൈഡിൽ നിന്ന് വായിച്ചാലും മലയാളം ഒരുപോലെയാണ് വായിക്കാൻ പറ്റുന്നത്. ഇതുപോലെയുള്ള വാക്കുകൾ ഒരുപാടുണ്ട്. ഈ ടൈപ്പ് വാക്കുകളെയാണ് നമ്മൾ പാലിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ എന്താണ് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് is the sequence of base pair that read same on two strands of the DNA, but when the orientation of reading is kept the same. ഇതാണ്ട്, ഇതൊരു പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA-യുടെ പാലിൻഡ്രോമിക് സീക്വൻസ് ആണ് ഈ പറയുന്നത്. GAATTC എന്ന ഇതൊരു പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. നോക്കാം ഇതെങ്ങനെയാണെന്ന്. ഇത് 5' 3' എൻഡ്, ഇത് 3' to 5' എൻഡ്, ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഇത് നോക്കാം, 5' എൻഡിൽ നിന്നും 3' എൻഡിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ ദാ ഇവിടെ GAATTC എന്ന് വായിക്കാം. താഴത്തെ സ്ട്രാൻഡിലും 5' നിന്നും 3' എൻഡിലേക്ക് തന്നെ വായിക്കുകയാണെങ്കിൽ നമുക്കിവിടെയും GAATTC എന്ന് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നോക്ക്, ഈസ് ദ സീക്വൻസ് ഓഫ് ബേസ് പെയർ ദാറ്റ് റീഡ് സെയിം ഓൺ ടു സ്ട്രാൻഡ്സ്. രണ്ട് സ്ട്രാൻഡിലും ഒരുപോലെ നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷെ ശ്രദ്ധിക്കുക, വായിക്കുന്നതിൻ്റെ രീതി സെയിം ആണെങ്കിൽ, മുകളിലത്തെ സ്ട്രാൻഡിൽ 5' നിന്നും 3' എൻഡിലേക്ക് വായിക്കുകയാണെങ്കിൽ താഴത്തെ സ്ട്രാൻഡിലും 5' നിന്നും 3' എൻഡിലേക്ക് തന്നെ വായിക്കുന്നുവെങ്കിൽ നമുക്ക് ഒരുപോലെ ഈ രണ്ട് സ്ട്രാൻഡും വായിക്കാൻ പറ്റുമെങ്കിൽ ഈ സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്. is the sequence of base pair that read same on the two strands of DNA, but when the orientation of reading is kept the same. Okay, നമ്മുടെ റെസ്ട്രിക്ഷൻ എൻസൈം ബൈൻഡ് ചെയ്ത് കട്ട് ചെയ്യണമെങ്കിൽ ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആയിരിക്കണം. ഒരു പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണെങ്കിൽ മാത്രമേ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് ബൈൻഡ് ചെയ്ത് കട്ട് ചെയ്തോളൂ. ഓക്കെ, എന്താണ് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് വെച്ചാൽ ഇസ് ദ സീക്വൻസ് ഓഫ് ബേസ് പെയർ. ബേസ് പെയർസ് അടങ്ങുന്ന സീക്വൻസ് ആണ്. that read same on two strands, രണ്ട് സ്ട്രാൻഡിലും ഒരുപോലെ വായിക്കണം. ബട്ട് വെൻ ദ ഓറിയൻറ്റേഷൻ ഓഫ് റീഡിങ് ഈസ് കെപ്റ്റ് ദ സെയിം. ഇതിനെയാണ് നമ്മൾ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഈസ് ദ സീക്വൻസ് ഓഫ് ബേസ് പെയർ that read same on two strands, but when the orientation of reading is kept the same. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്ന്, അതായത് നമ്മൾ 5' to 3' എൻഡിൽ നിന്നും ഒരു സ്ട്രാൻഡ് വായിച്ച് അടുത്ത സ്ട്രാൻഡിലും 5' to 3' എൻഡിലേക്ക് വായിക്കുമ്പോൾ ഒരുപോലെ വായിക്കാൻ പറ്റുന്നുവെങ്കിൽ ആ സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഓഫ് ബേസ് പെയർ that reads same on two strands, but when the orientation of reading is kept the same.
ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാം എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾക്ക് നെയിം ചെയ്യുന്നത്, എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ കട്ട് ചെയ്യുന്ന എൻസൈമാണ് EcoR1 എന്ന് പറയുന്ന എൻസൈമാണ് ഈ ഒരു പ്രത്യേക ഈ പാലിൻഡ്രോമിക് സീക്വൻസിനെ കട്ട് ചെയ്യുന്നത്. അതായത് GAATTC എന്നൊരു സീക്വൻസ് ഉണ്ടെങ്കിൽ ഇതിനെ കട്ട് ചെയ്യുന്ന എൻസൈം ഏതാണെന്ന് വെച്ചാൽ അത് EcoR1 എന്ന എൻസൈമാണ്. ഇനി എങ്ങനെയാണ് ഈ EcoR1 എന്നൊരു എൻസൈമിന് പേര് കൊടുക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ EcoR1 എന്ന എൻസൈമ് എക്ഷറേഷ്യ കോളൈ RY13 എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നും ഈക്കോളൈ RY13 എന്ന സ്ട്രെയിനിൽ നിന്നുമാണ് EcoR1 എന്ന് പറയുന്ന ഈ എൻസൈമിനെ ഐസൊലേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ EcoR1 എന്ന പേര് ഈ എൻസൈമിന് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നോക്കാം, EcoR1 is extracted from Escherichia coli RY13. ഓക്കെ, ഈക്കോളൈ RY13 നിന്നും ഐസൊലേറ്റ് ചെയ്ത എൻസൈമാണ് EcoR1. ഓക്കെ, ഇതിൽ നെയിം കൊടുത്തിരിക്കുന്നത് നോക്കാം. ഈ ഫസ്റ്റ് ലെറ്റർ, ഇപ്പോൾ എൻസൈമിൻ്റെ പേരാണ് ഇത്, ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് ലെറ്റർ കംസ് ഫ്രം ദ ജീനസ് നെയിം. ദാണ്ട് ജനറിക് നെയിമിൽ നിന്നുമാണ് ആദ്യത്തെ, നമ്മളിപ്പോൾ ഈ ഒരു എക്സറേഷ്യ കോളൈ RY13 എന്ന പ്രൊക്കാരിയോട്ടിക് സെല്ലിൽ നിന്നുമാണ് ഈ എൻസൈമിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇങ്ങനെയൊരു എൻസൈമിനെ ഈ ഇക്കോളൈ RY13 ഐസൊലേറ്റ് ചെയ്തെടുത്താൽ അതിന് ആ എൻസൈമിന് പേര് കൊടുക്കുന്നത്, നമ്മൾ ആദ്യമായി എൻസൈം നെയിമിന് ഫസ്റ്റ് ലെറ്റർ, അതായത് ആ എൻസൈമിൻ്റെ ഫസ്റ്റ് ലെറ്റർ കംസ് ഫ്രം ദ ജീനസ് നെയിം, അതായത് എക്ഷറേഷ്യയുടെ ആദ്യത്തെ ലെറ്ററിങ് എടുക്കും, അതിൻ്റെ ജീനസ് നെയിമിൽ നിന്നും ഫസ്റ്റ് ലെറ്റർ എടുക്കും. ദെൻ സെക്കൻഡ് 2 ലെറ്റർ കംസ് ഫ്രം ദ സ്പീഷ്യസ് ഓഫ് ദ പ്രൊക്കാരിയോട്ടിക് സെൽ ഫ്രം വിച്ച് ദ എൻസൈം ഐസൊലേറ്റഡ്. അടുത്ത രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ അടുത്ത 2 ലെറ്ററുകൾ എടുക്കുന്നത് ആ ഒരു പ്രൊക്കാരിയോട്ടിക് സെല്ലിൻ്റെ സ്പീഷ്യസ് നെയിം നോക്കിയിട്ട് അതിൽ നിന്നുമാണ് അടുത്ത 2 വേർഡ്സ് അല്ലെങ്കിൽ അടുത്ത 2 ലെറ്റേഴ്സ് എടുക്കുന്നത്. ഇനി അതിന് ശേഷം വരുന്ന 4th ലെറ്റർ ഇസ് ഇൻ ക്യാപിറ്റൽ, അത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ സ്ട്രെയിൻ ഓഫ് മൈക്രോബ്സ്. ഇവിടെ ഈക്കോളൈ RY13 എന്ന സ്ട്രെയിനിൽ നിന്നുമാണ് ഈ എൻസൈമിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ RY13 ഫസ്റ്റ് ഈ R എന്ന് പറയുന്ന ലെറ്റേഴ്സ് അടുത്തതായിട്ട് എടുത്തെഴുതുന്നു. 4ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിനിൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. ദെൻ ഇതിന് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഈ റോമൻ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ റോമൻ ലെറ്റർ ഫോളോഡ് ഈസ് ദ ഓർഡർ ഓഫ് ദ ഡിസ്കവറി. അപ്പോൾ ഈ എൻസൈമിൽ നിന്നും ആദ്യം കണ്ടെത്തിയ എൻസൈം ആയതുകൊണ്ട് EcoR1 എന്നിട്ട് കൊടുത്തു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും മറ്റൊരു എൻസൈമിനെ കണ്ടെത്തുകയാണെങ്കിൽ അതിന് EcoR2 എന്നിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ നോക്കാം എൻസൈമിൻ്റെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ നെയിമിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു എൻസൈമിന് പേര് കൊടുക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ കംസ് ഫ്രം ദ ജനറിക് ജീനസ് ഓർ ജനറിക് നെയിം ഓഫ് ദ പ്രൊക്കാരിയോട്ടിക് സെൽ ഫ്രം വിച്ച് ദ എൻസൈം ഐസൊലേറ്റഡ്. ഏത് പ്രൊക്കാരിയോട്ടിക് സെല്ലിൽ നിന്നാണോ എൻസൈം ഐസൊലേറ്റ് ചെയ്തത് അതിൻ്റെ ജനറിക് നെയിമിൽ നിന്നും ആദ്യത്തെ ലെറ്റർ എടുക്കും. ദെൻ അടുത്ത 2 ലെറ്റേഴ്സ്, സെക്കൻഡ് 2 ലെറ്റേഴ്സ് കംസ് ഫ്രം ദ species of the prokaryotic cell from which the enzyme isolated, and the 4th letter is in capital form derived from the strain of the microbes. അതിനുശേഷം വരുന്ന 4ാമത്തെ ലെറ്റർ ആ ഒരു പ്രൊക്കാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രെയിനിൽ നിന്നും എടുക്കുന്നതാണ്, സ്ട്രെയിൻ നെയിമിൽ നിന്നും എടുക്കുന്നു. അതിനുശേഷം വരുന്ന റോമൻ ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓർഡറാണ്, ഓർഡർ ഓഫ് ഡിസ്കവറി. അതായത് ആദ്യം ഐസൊലേറ്റ് ചെയ്തെടുത്താൽ ഫസ്റ്റ് കൊടുക്കുന്നു, പിന്നീട് ഐസൊലേറ്റ് ചെയ്യുന്നതിന് സെക്കൻഡ് ലെറ്റേഴ്സ് കൊടുക്കുന്നു. ഈ രീതിയിലാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് നെയിമിങ് നടത്തുന്നത്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ലെറ്റർ കംസ് ഫ്രം ദ ജീനസ് നെയിം, സെക്കൻഡ് 2 ലെറ്റേഴ്സ് കംസ് ഫ്രം ദ ജനറിക് നെയിം, സ്പീഷ്യസ് നെയിം, and the 4th letter is in capital form derived from the strain of the microbes, and Roman letter followed is the order of the discovery. Example EcoR1 is extracted from Escherichia coli RY13. Okay, ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കിനി
അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഈ റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ ആക്ഷൻ എങ്ങനെയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എക്സാമിന് ഇതിൻ്റെ ഡയഗ്രം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് വരും. ഡയഗ്രം പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ഇതിൽ ഉപയോഗിച്ച റെസ്ട്രിക്ഷൻ, കട്ട് ചെയ്യാൻ ഉപയോഗിച്ച റെസ്ട്രിക്ഷൻ എൻസൈം ഏതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പാലിൻഡ്രോമിക് ന്യൂക്ലിയേറ്റഡ് സീക്വൻസ് എന്താണ്. ആ രീതിയിൽ ഒരുപാട് തവണ പല ചോദ്യങ്ങളും ഈ ഭാഗത്തു നിന്ന് വരും. നമുക്കതിൻ്റെ ഡയഗ്രത്തിലേക്ക് നോക്കാം. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ആക്ഷൻ. ഓക്കെ, എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈം റീകോമിനൻ്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ റീകോമിനൻ്റ് DNA ഫോം ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ എൻസൈം സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡയഗ്രം. നോക്കാം. ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. ഇത് വെക്റ്റർ DNA, ഇത് ഫോറിൻ DNA. വെക്റ്റർ DNA, ഫോറിൻ DNA മീൻസ് നമ്മൾ ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന DNA. ഓക്കെ, വെക്റ്റർ DNA ആണ്. ദ എൻസൈം കട്ട് ബോത്ത് DNA സ്ട്രാൻഡ് അറ്റ് ദ സെയിം സൈറ്റ്. നമ്മൾ ശ്രദ്ധിക്കുക, റെസ്ട്രിക്ഷൻ എൻസൈം, നമ്മളൊരു റെസ്ട്രിക്ഷൻ എൻസൈമിനെ ഒരു DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഈ റെസ്ട്രിക്ഷൻ എൻസൈം ഈ DNA ലെങ്ത് വൈസ് ഇൻസ്പെക്ഷൻ നടത്തുന്നു. ഈ DNA എല്ലാ ഭാഗത്ത് ചെന്നും സെർച്ച് ചെയ്തിട്ട് അവരുടെ റെക്കഗ്നേഷൻ സീക്വൻസ് ഏതാണെന്ന് കണ്ടെത്തി, അങ്ങനെ ഒരു റെക്കഗ്നേഷൻ സീക്വൻസ് ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് ബൈൻഡ് ചെയ്തുള്ളൂ. ശ്രദ്ധിക്കുക, നമ്മളൊരു DNA ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം റെസ്ട്രിക്ഷൻ എൻസൈം DNA മൊത്തത്തിൽ നോക്കിയതിന് ശേഷം ലെങ്ത് വൈസ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അവരുടെ റെക്കഗ്നേഷൻ സീക്വൻസ് കണ്ടെത്തി ആ ഭാഗത്ത് മാത്രമേ ബൈൻഡ് ചെയ്ത് കട്ട് ചെയ്തുള്ളൂ. ഓക്കെ, റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ റെക്കഗ്നേഷൻ സീക്വൻസ് എന്ന് പറയുന്നത് ഒരു പാലിൻഡ്രോമിക് സീക്വൻസും ആയിരിക്കും. ഓക്കെ, ഇനി വെക്റ്റർ DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണോ അതേ എൻസൈം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫോറിൻ DNAയും കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ EcoR1 എന്ന എൻസൈമിനെയാണ് യൂസ് ചെയ്യുന്നത്. EcoR1ൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് അല്ലെങ്കിൽ അവരുടെ പാലിൻഡ്രോമിക് സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്, GAATTC. ഓക്കെ, അപ്പോൾ എൻസൈം കട്ട് ബോത്ത് DNA സ്ട്രാൻഡ് അറ്റ് ദ സെയിം ടൈം. ഇനി ശ്രദ്ധിക്കുക, ഈ EcoR1 എന്ന എൻസൈം ഉപയോഗിച്ച് തന്നെയാണ് വെക്റ്റർ DNAയും ഫോറിൻ DNAയും കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇവർ ചെയ്യുന്നത്, the restriction enzyme cut the strand of DNA little away from the center of the palindromic sequence. പാലിൻഡ്രോമിക് സീക്വൻസിൻ്റെ സെൻറ്ററിൽ നിന്നും കുറച്ച് മാറി, ബട്ട് ബിറ്റ്വീൻ ദ സെയിം ടു ബേസസ് ഓൺ ദ ഓപ്പോസിറ്റ് സ്ട്രാൻഡ്. രണ്ട് സ്ട്രാൻഡിലും ഒരേ ബേസസിന്, അതായത് ഈ സ്ട്രാൻഡിൽ Gക്കും Aക്കും ഇടയിൽ ബൈൻഡ് ചെയ്യുമ്പോൾ അടുത്ത ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും Gക്കും Aക്കും ഇടയിൽ വന്നേ അവർ ബൈൻഡ് ചെയ്തോളൂ. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പാലിൻഡ്രോമിക് ന്യൂക്ലിയേറ്റൈഡ് സീക്വൻസിൻ്റെ സെൻട്രൽ നിന്നും കുറച്ചു മാറി ഒരേ ബേസസിൻ്റെ ഇടയിൽ തന്നെ രണ്ട് സ്ട്രാൻഡിലും, മുകളിലത്തെ സ്ട്രാൻഡിൽ Gക്കും Aക്കും ഇടയിൽ ബൈൻഡ് ചെയ്താൽ താഴത്തെ സ്ട്രാൻഡിലും Gക്കും Aക്കും ഇടയിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ദ സ്ട്രാൻഡ് ഓഫ് DNA ലിറ്റിൽ അവേ ഫ്രം ദ പാലിൻഡ്രോമിക് സെൻറ്റർ ഓഫ് ദ പാലിൻഡ്രോമിക് സീക്വൻസ് ബട്ട് ബിറ്റ്വീൻ സെയിം ടു ബേസസ് ഓൺ ദ ഓപ്പോസിറ്റ് സ്ട്രാൻഡ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദാ ഈ Gക്കും Aക്കും ഇടയിൽ വന്ന് EcoR1 എന്ന എൻസൈം അങ്ങ് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്തതിന് ശേഷം ഇവിടെയും വന്ന് ബൈൻഡ് ചെയ്യും. അതിനുശേഷം ദാ ഈ രീതിയിൽ ആയിരിക്കും DNA കട്ട് ചെയ്യുന്നത്. ഓക്കെ, കണ്ട് ഇവിടെയും ഫോറിൻ DNAയും അതുപോലെ തന്നെ Gക്കും Aക്കും ഇടയിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഇവിടെയും Gക്കും Aക്കും ഇടയിൽ ബൈൻഡ് ചെയ്തിട്ട് ദാ ഈ രീതിയിൽ കട്ട് ചെയ്യും. കണ്ട് ഇവിടെയും ഇതാണ്, ഇതിൻ്റെ ഇടയിൽ കട്ട് വന്നിട്ട് ദാ ഇതിലേക്ക് കൂടെ വന്ന് ദാ ഈ രീതിയിൽ കട്ട് ചെയ്യും. ഇങ്ങനെ റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ദാ ഇവിടെ ഇങ്ങനെയൊരു ദാ ഈ ഭാഗം ഇങ്ങനെ ഇളകി മാറും. ഓക്കെ, ഇവിടെയും അത് കണക്ക് ഇങ്ങനെയൊരു ഭാഗം ഇളകി മാറും. ഓക്കെ, ഇതിൻ്റെ ഫലമായിട്ട്, അതായത് റെസ്ട്രിക്ഷൻ എൻസൈം ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ദാ ഇതേപോലെ ഒരു സിംഗിൾ സ്ട്രാൻഡഡ് പോർഷൻസ് ഉണ്ടാകുന്നു എൻഡുകളിൽ. ഇപ്പോൾ DNAയുടെ എൻഡിൽ ദാ ഇതേപോലെ സിംഗിൾ സ്ട്രാൻഡഡ് പോർഷൻസ് ഉണ്ടാകുന്നു.
ഇത്രയും ഭാഗം നിന്നിട്ട് ഇത് ഇളകി മാറും. ഓക്കെ, അതേപോലെ ഇവിടെയും ഇതാണ് ഈ രീതിയിൽ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അതിൻ്റെ ഫലമായി ഇത്രയും ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷൻസ് ഇവിടെ നിൽക്കും. ഓക്കെ, ഇപ്പോൾ ഈ DNA-യുടെ റെസ്ട്രിക്ഷൻ എൻസൈം പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി DNA-യുടെ എൻഡുകളിൽ ഇതേപോലെ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടാകുന്നു. ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷൻസ്, ഈ ഓവർഹാങ് ചെയ്ത് നിൽക്കുന്ന ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷൻസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റിക്കി എൻഡ് എന്നാണ് ഈ എൻഡുകളെ വിളിക്കുന്നത്. ഇവരെ സ്റ്റിക്കി എൻഡ് എന്ന് വിളിക്കാൻ കാരണം, ദീസ് ആർ നെയിംഡ് സോ ബിക്കോസ്, ഇവരെ ഇങ്ങനെ വിളിക്കാനുള്ള കാരണം, ദേ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ദെയർ കട്ട് കൗണ്ടർ പാർട്ട്, കട്ട് കോംപ്ലിമെൻ്ററി കൗണ്ടർ പാർട്സ്. ഇപ്പം നോക്കാം, ഇവിടെ നോക്ക്, TA തണ്ട് ഇത് നോക്ക്, ഇവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള, എയ്ക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള, തണ്ട് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷൻ, ഇവിടെ സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷൻ, ഇവിടെ Tക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള A, ഇവിടെ Tക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള തൈമിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള അഡിനിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള തൈമിൻ ബേസ്, ഇവിടെ അഡിനിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള തൈമിനുണ്ട്. ഈ രണ്ട് എൻഡുകളും പരസ്പരം അടുത്ത് വരുമ്പോൾ ഇവരുടെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടുകളെ ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ സ്ട്രാൻഡുകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇവരെ സ്റ്റിക്കി എൻഡ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ സ്റ്റിക്കിനെസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി DNA ലിഗേസും സഹായിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, റെസ്ട്രിക്ഷൻ എൻസൈം ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷൻസ് ഉണ്ടാകുന്നു. ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷൻസിനെ സ്റ്റിക്കി എൻഡ് എന്നാണ് വിളിക്കുന്നത്. ലേബൽ ചെയ്യാൻ ചോദിക്കാം എക്സാമിന്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവരെ സ്റ്റിക്കി എൻഡ് എന്ന് വിളിക്കുന്നു? ദീസ് ആർ നെയിംഡ് സോ ബിക്കോസ് ദേ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ദെയർ കട്ട് കോംപ്ലിമെൻ്ററി കൗണ്ടർ പാർട്സ്. ഈ ഭാഗവും അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഈ ബേസുമായിട്ട് ഇടയിൽ ഹൈഡ്രജൻ ബോണ്ട്, നമുക്കറിയാം നൈട്രജൻ ബേസുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് യോജിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള കട്ട് കൗണ്ടർ പാർട്സ് അടുത്ത് വരുമ്പോൾ, ഇവർ പരസ്പരം അടുത്ത് വരുമ്പോൾ ഇവരുടെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ടുകളെ ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ എൻഡുകൾക്കുള്ളത് കൊണ്ടാണ് ഇവരെ സ്റ്റിക്കി എൻഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവരടുത്ത് വന്നു, ഹൈഡ്രജൻ ബേസുകളുടെ ഇടയിൽ ഇതേപോലെ ഹൈഡ്രജൻ ബോണ്ട് വഴി അവർ യോജിച്ചു. അതിനുശേഷം ഇവരുടെ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണിൽ ഉണ്ടാകുന്ന വിടവ് യോജിക്കാൻ വേണ്ടി DNA ലിഗേസ് എൻസൈം വരും. അവർ ഈ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോണുകളെ ഒട്ടിച്ച് ഇതുപോലെ ഒരു പുതിയ കോമ്പിനേഷൻ ഓഫ് DNA, അതായത് വെക്ടറും ഫോറിൻ DNA കൂടി ചേർന്നുള്ള ഇതുപോലെയുള്ള പുതിയ കോമ്പിനേഷൻ ഓഫ് DNA ഫോം ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് റീകോമ്പിനൻ്റ് DNA എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രാം ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് വന്നതിന് ശേഷം ഈ ഡയഗ്രാം എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് എക്സാമിന് ചോദിച്ചാൽ എഴുതുക, സ്റ്റെപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് റീകോമ്പിനൻ്റ് DNA ബൈ ദ ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. ദെൻ എന്നിട്ട് ചോദിക്കാം, ഈ ഒരു സ്റ്റെപ്സിൽ അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്നിരിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ഏതാണ്? EcoR1. ദെൻ ഇത് ലേബൽ ചെയ്യാൻ ചോദിക്കാം, ഈ ഓവർ ഹാങ്ങിങ് സ്റ്റിക്കി അല്ലെങ്കിൽ സ്ട്രെച്ചസിനെ വിളിക്കുന്ന പേര്, സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷൻസിനെ വിളിക്കുന്ന പേര് സ്റ്റിക്കി എൻഡ്. എന്തുകൊണ്ട് ഇവരെ സ്റ്റിക്കി എൻഡ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിക്കാം. ദീസ് ആർ നെയിംഡ് സോ ബിക്കോസ് ദേ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ദെയർ കട്ട് കോംപ്ലിമെൻ്ററി കൗണ്ടഡ് പാർട്സ്. ദെൻ നെക്സ്റ്റ് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത്, EcoR1 അല്ലെങ്കിൽ ഇവിടെ യൂസ് ചെയ്ത എൻസൈമിൻ്റെ പാലിൻഡ്രോമിക് സീക്വൻസ് ഏതാണ്? GAATTC. ഇതാണ് ഇതിൻ്റെ പാലിൻഡ്രോമിക് സീക്വൻസ്. ഓക്കെ, അങ്ങനെയെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ആക്ഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഈ ഡയഗ്രാം എങ്കിലും അവിടെ വരച്ച് വെച്ചാൽ മതി. എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈം ആക്ട് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈം ബൈൻഡ് ചെയ്യുന്നത് റെക്കഗ്നേഷൻ സീക്വൻസിലാണ്. Okay, the restriction enzyme cut the strand of DNA little away from the center of the palindromic sequence but between same two bases on the opposite strand. അതിൻ്റെ ഫലമായിട്ട് റിസൾട്ടിങ് സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷൻസ് അറ്റ് ദ എൻഡ്, ദീസ് ആർ കോൾഡ് സ്റ്റിക്കി എൻഡ്. ഇവരെ സ്റ്റിക്കി എൻഡ് എന്ന് പറയും. ദീസ് ആർ നെയിംഡ് സോ ബിക്കോസ് ദേ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ദെയർ കട്ട് കോംപ്ലിമെൻ്ററി കൗണ്ടഡ് പാർട്സ്. Then their stickiness is facilitated by DNA ligases enzyme. അങ്ങനെ recombinant DNA ഫോം ചെയ്യുന്നു. ഇത്രയുമാണ് റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ആക്ഷനെ കുറിച്ച് പറയാനുള്ളത്.
ഇപ്പോൾ സിമ്പിൾ നമ്മൾ ടൂൾസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് റിക്കോംബിനൻ്റ് DNA ടെക്നോളജിക്ക് ഉപയോഗിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണെന്നാണ്. റെസ്ട്രിക്ഷൻ എൻസൈം, പോളിമറൈസ്ഡ് എൻസൈം, ലിഗേസസ്, വെക്ടേഴ്സ്, ഹോസ്റ്റ് ഓർഗാനിസം. ദെൻ റെസ്ട്രിക്ഷൻ എൻസൈം നമ്മൾ വീണ്ടും പഠിച്ചു. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ ആൾസോ കാൾഡ് മോളിക്കുലാർ സിസേഴ്സ്. It belongs to a larger class of enzyme called nucleases. ഇത് 2 ടൈപ്പ് ഉണ്ട്, എക്സോന്യൂക്ലിയസസ് ആൻഡ് എൻഡോന്യൂക്ലിയസസ്. എക്സോന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ ചോദിക്കാം. ഇറ്റ് റിമൂവ് ന്യൂക്ലിയോടൈഡ് ഫ്രം ദ എൻഡ് ഓഫ് DNA. DNAയുടെ എൻഡുകളിൽ നിന്ന് ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. എന്നാൽ DNAയുടെ പ്രത്യേക ഭാഗങ്ങളിൽ കട്ടിങ്സ് ഉണ്ടാക്കണമെങ്കിൽ അതിനുപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. നമ്മുടെ റിക്കോംബിനൻ്റ് DNA ടെക്നോളജിക്ക് ആവശ്യം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ആണ്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് ഇതാണ്. പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് is a sequence of base pair that read same on 2 strands of DNA but when the orientation of reading is kept the same. This is palindromic nucleotide sequence. ഓക്കെ, അതിനൊരു എക്സാമ്പിളും നോക്കി വെച്ചിരിക്കുക. ദെൻ ഇവരുടെ നെയിമിംഗ് ആണ്. നെയിമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ, ഇപ്പോൾ ഒരു എൻസൈമിൻ്റെ നെയിം ഇടുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ കംസ് ഫ്രം ദ ജീനസ്, ദെൻ സെക്കൻഡ് 2 ലെറ്റേഴ്സ് കംസ് ഫ്രം ദ സ്പീഷീസ് ഓഫ് ദ പ്രോകാരിയോട്ടിക് സെൽസ് ഫ്രം വിച്ച് the enzyme isolated. Then the 4th letter is derived from the name of the strain and the Roman letter indicate the order of discovery. Roman letter followed indicate the order of discovery. Example, EcoR1 is derived from Escherichia coli RY13 എന്ന സ്ട്രെയിനിൽ നിന്നുമാണ്. പിന്നീട് ആക്ഷൻ വരുമ്പോൾ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം ഉറപ്പായിട്ടും നോക്കി വെക്കുക. ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്തു വന്നതിന് ശേഷം ഈ ഡയഗ്രാം എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് എക്സാമിന് ചോദിക്കും. സ്റ്റെപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് റിക്കോംബിനൻ്റ് DNA ബൈ ദ ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. ഈ ഭാഗം ലേബൽ ചെയ്യാൻ ചോദിക്കും റീകോംബിനൻ്റ് DNA, ഈ എൻഡ് ലേബൽ ചെയ്യാൻ ചോദിക്കും സ്റ്റിക്കി എൻഡ്. ഇവിടെ യൂസ് ചെയ്ത എൻസൈമിൻ്റെ പേര് അറിഞ്ഞിരിക്കുക, EcoR1. ദെൻ ഇവിടുത്തെ പാലിൻഡ്രോമിക് സീക്വൻസ് ഏതാണെന്ന് എക്സാമിന് ചോദിക്കാം, GAATTC. ഇനി എന്തുകൊണ്ടാണ് ഇവരെ സ്റ്റിക്കി എൻഡ് എന്ന് വിളിക്കുന്നതെന്ന് എക്സാമിന് ചോദിക്കാം. അവർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പാർട്ടുമായിട്ട് വരുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടിനെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെ സ്റ്റിക്കി എൻഡ്, ഒട്ടിപ്പിടിക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവരെ സ്റ്റിക്കി എൻഡ് എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ഡയഗ്രവും അറിഞ്ഞു വെച്ചിരിക്കുക. അല്ലാതെ ഈ ഡയഗ്രവും ഇതുപോലെയുള്ള ചോദ്യങ്ങളും മാത്രമേ ഈ ഭാഗത്തു നിന്ന് വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.